السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അതാകും ഷഹ്റു റമദാൻ, നിങ്ങളിലേക്ക് ഇതാ റമദാൻ മാസം സമാഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ ഫറളല്ലാഹു അലൈക്കും സിയാമഹു, അത് അനുഗ്രഹീതമായ ഒരു മാസമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, അവൻ ആ മാസത്തിൽ നോമ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മേൽ ബാധ്യതയാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ആ ഒരു റമദാൻ മാസത്തിൽ സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും അത് തുറക്കപ്പെടുന്നതാണ്. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിൻ്റെ എല്ലാ കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അടച്ചു കളയുകയും ചെയ്യും. മാത്രമല്ല വതുഗല്ലു ഫീഹി മറദതു ശയാത്തീൻ, അതുപോലെ തന്നെ ജിന്നുകളിലെ ശൈത്താന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബന്ധനസ്ഥനാക്കുകയും ചെയ്യും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഫീഹി ലൈലത്തുൻ, അതിൽ ഒരു രാത്രിയുണ്ട്. ഹിയ ഖൈറും മിൻ അൽഫി ഷഹർ, അത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, അതിൻ്റെ ഖൈറിൽ നിന്നും അതിൻ്റെ നന്മയിൽ നിന്നും ആരാണോ തടയപ്പെടുന്നത് അവൻ എല്ലാവിധ ഖൈറിൽ നിന്നും തടയപ്പെട്ടിട്ടുണ്ട് എന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാനിലേക്ക് ഏറ്റവും അടുത്ത സമയത്താണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. നമ്മൾ ആ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഒരു തീരുമാനത്തോടു കൂടി ഈ റമദാൻ മാസമെങ്കിലും എനിക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി എൻ്റെ തിന്മകളെല്ലാം കഴുകിക്കളഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കാൻ ഒരു പരിശീലന കളരി എന്നോണം റമദാൻ മാസത്തെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നുണ്ട്, കൈഫ കുൻതും തസ്തഖ്ബിലൂന റമദാൻ, നിങ്ങൾ എങ്ങനെയായിരുന്നു പരിശുദ്ധമായ റമദാൻ മാസം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചിരുന്നത്? എന്നിട്ട് അദ്ദേഹം പറയണം, അതിന് മറുപടിയായി പറഞ്ഞു, മാ കാന അഹദുനാ യജ്റഉ അലാ ഇസ്തിഖ്ബാലിൽ ഹിലാലി വഫീ ഖൽബിഹി ദർറത്തു ഹിഖദിൻ അലാ അഖീഹിൽ മുസ്ലിം, ആരെങ്കിലും ഞങ്ങളിൽ ഒരാളും തന്നെ ധൈര്യപ്പെടുമായിരുന്നില്ല റമദാനെ സ്വീകരിക്കാൻ. എങ്ങനെ? അവൻ്റെ ഹൃദയത്തിൽ തൻ്റെ മുസ്ലിം സഹോദരനോട് എന്തെങ്കിലും നിലക്കുള്ള ഒരു വൈരാഗ്യം, ഒരു അസൂയ, ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് റമദാൻ മാസത്തെ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങൾ ആരും ധൈര്യപ്പെടുമായിരുന്നില്ല എന്നാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞതായിക്കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായും എല്ലാ നിലക്കും ഒരു മുന്നൊരുക്കം നമ്മൾ ഓരോരുത്തരും ആ റമദാനിൽ ചെയ്യേണ്ടതുണ്ട്. കാരണം മുന്നൊരുങ്ങാതെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേവലം 30 ദിനരാത്രങ്ങൾ മാത്രമായിക്കൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകും. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. ജീവിതത്തിൽ ഒരുപാട് തിന്മകളൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്നു പോകുന്നതാണ്. അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ, ആ തിന്മയിൽ നിന്നൊക്കെ ഒന്ന് മാറി അള്ളാഹുലേക്ക് കൂടുതലൊക്കെ അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് ഏറ്റവും നല്ല സമയമാണ് ഇത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാരിൽ ചില ആളുകൾ പറയുന്നുണ്ട്, ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൻ്റെ ആഗമനങ്ങൾ ആളുകളോട് പരസ്പരം ആശംസ നേരുന്നതിനുള്ള തെളിവാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹുവിനോടും ആശംസയായി പറഞ്ഞതാണ്, നിങ്ങളിലേക്ക് ഇതാ റമദാൻ മാസം കടന്നു വന്നിരിക്കുന്നു, മുബാറക്കായ മാസമാണ് എന്നൊക്കെ നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കുകയും അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരസ്പരം ഉപദേശിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.